പിന്നെ എൻ്റെ ഇപ്പം കീംസിലുള്ള മോന് 2 വയസ്സായില്ല, മൊലൂടി സമയം. ആ മൊലൂടി സമയത്ത് മോൻ്റെ പേരെന്താ? സമീർ അലി. സമീർ അലി. അങ്ങനെ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലൊരു കല്യാണപ്പന്തലിൻ്റെ പരിപാടി ഉണ്ട്. ഞാൻ സമയത്ത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു പടി ഉണ്ടായി. പടിമേലെ മോനങ്ങനെ കിടത്തിക്കുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞ് ഇത് നോക്കി ഒരു ഫോർമലൊരു മൊയ. ആ ശരി, അമ്പിച്ച് നോക്കും ഒരു മൊയ. ഞാൻ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വേഗം വിടുക. എരഞ്ഞിപ്പാലത്തെ ഒരു ഡോക്ടറുണ്ട്, മുഹമ്മദ് ഡോക്ടർ, അറിയോ? നല്ല പഴയ ഡോക്ടറാണ് കുട്ടികളെ. അയാളെ വീട്ടിൽ പോയി അയാളെ കാണിച്ചവൻ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, അതുകൊണ്ട് ഞാൻ മരുന്ന് തന്നിട്ട് അതിൽ കാര്യമല്ല, കുറച്ച് മരുന്ന് ഞാൻ തരാം, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ 5ാമത്തെ OP പോയി ടീച്ചർ ഇവനെ കാണിക്കുക, ഓല ഡേറ്റ് തരും ഓപ്പറേഷൻ ചെയ്യാനുള്ള. തോട്ടൻ പറഞ്ഞ് നിങ്ങൾ പോന്നു. മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു സമാധാനമില്ല. നേരെ കോളേജിൽ പോയിട്ട് അവിടുന്ന് ഈ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ അടുത്ത മാസം 14-ാം തീയതി ഡേറ്റും തന്നു. നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഇറങ്ങി നമ്മൾ വലിയ അടുത്ത് പോവുക, എന്നിട്ട് നമുക്ക് ഏട്ടും പോവാം. പുലച്ച കണ്ട് ഇവിടെ 6:30 ബസ്, 6:30 അതിൽ കയറി ഞങ്ങൾ കോഴിക്കോട്ട് പോയി. ഞങ്ങളവിടെ ചെന്ന് ഇത് എൻ്റെ ഭാര്യ ഒരു പെങ്ങളാവും കുടുംബ ചെന്ന് മോനിലെ പോടനൊരു 2 പേരിന് മാസം ഓപ്പറേഷൻ ചെയ്യണം. ഭാര്യ എങ്ങനെ വരുന്ന ബന്ധം? ഇളയമ്മൻ്റെ മോളാ, അടുത്തടുത്ത കുടുംബ CM-ൻ്റെ അടുത്ത വീടാണ് ആടെ. ഓ, CM-ൻ്റെ വകയിലൊരു പെങ്ങളായിട്ട് വരും. അങ്ങനെ ചെന്നവൻ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്ത കുട്ടീനെ കൊല്ലണ്ടാവെന്ന് പറഞ്ഞു. അതിന് മറുപടി കുട്ടിയെ കൊല്ലണ്ട. അങ്ങനെ അത് കഴിഞ്ഞ് അത് മാറിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പറയാം പോകാമെന്നും പറഞ്ഞു. ഞങ്ങൾ പോന്ന്. ഞാനിതിങ്ങനെ നോക്കുക, മോയ ഇങ്ങനെ കുറച്ച് പൊന്തിക്കും, അതിങ്ങനെ താഴ്ന്ന് ഇങ്ങനെ കണ്ടും കൊണ്ടേ ഒരു മാസം കൊണ്ട് ആ മോയ താന്നങ്ങ് പോയി. ആ മോയല്ല, പിന്നെ തടകിയിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മോയ കാത്തിരിക്കുന്നു പോയി, വീണ്ടും പോയി. പിന്നെ പോയിട്ട് പറഞ്ഞ് 3 പ്രാവശ്യം തടകി, ഒക്കെ പോയി. മൊയയും പോയി, പനിയും പോയി. വൈകുന്നേരം നമ്മൾക്ക് പനി ഉണ്ടായിരുന്നു. പനി നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല പനി പറഞ്ഞു അതെല്ലാം പോയി എന്ന് പറഞ്ഞു. കുട്ടിക്ക് സുഖമായി പോകാമെന്ന് പറഞ്ഞു. ഓന് നിന്നതിന് ശേഷം പനിയും ഉണ്ടായില്ല, ആ മൊയയും ഞങ്ങൾ കണ്ടില്ല. പറഞ്ഞ മനസ്സിലായോ? നമ്മളെ അനുഭവത്തിലുള്ളതാണ്. ഇപ്പോൾ അതിൽ പൊള്ളറിയല്ല, CM വലുതാക്കുകയല്ല, അള്ള വലുതാക്കിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ അതും കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വീണ് എൻ്റെ മുകളിൽ നിന്ന് 2ാം നിലൻ്റെ മുകളിൽ നിന്ന് വീണ് ഭാഗമൊക്കെ ഉടങ്ങിപ്പോയി. എനിക്കൊന്നും ബോധമല്ല, ചോര ഇറങ്ങുകയാണ്. ഈ പോത്തിനെയൊക്കെ അർത്താണ് എന്നുള്ള ഒച്ച സമയത്താണ് വീണ്. ഇവര് ചെറിയ കാറതിനാടുള്ളത്, അതിലെടുത്ത് വേഗം കിംസ് കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ വേഗം ഓടി ഇങ്ങോട്ട് വന്ന് വേഗം ട്രിപ്പ് കയറ്റി ആംബുലൻസ് വേഗം വിട്ടോളിന്ന് പറഞ്ഞു. അയാൾ അതിൻ്റെ പയ്യെ പോന്നു ബേബിയിലേക്ക്. അവിടെ 18 ദിവസം ICUലായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി, എനിക്ക് ഓർമ്മയതിൻ്റെ ശേഷം 6 മാസത്തേക്ക് ഒരു ഓർമ്മയില്ല. ഇതതിനായിരിക്കല്ലോ പഠിച്ചാലേ മൊത്തിയത് എൻ്റെ വീടിനൊക്കെ എനിക്കങ്ങനെ തോന്നുക, മനസ്സിലിങ്ങനെ തോന്നുക. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പലതും CM വലിയുള്ളതിൻ്റെ ഇത് നമ്മൾ കിട്ടിയിരുന്നു. പിന്നെ ഒരു മുളകെടുക്കാൻ എനിക്ക് ബിസിനസ്സൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു ബിസിനസ്സും ഇല്ല, പൈസ ഇല്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മുളക് തോട്ടം പോയി എടുത്തോളുന്നുണ്ട്. മുളക് തോട്ടം കുരുമുളകിൻ്റെ വയനാട്ടിൽ ചെന്ന് ആ റൂമെടുത്ത് വൈകുന്നേരം അവിടെ താമസിച്ച് ഒരു ചേട്ടൻ്റെ ഒരു മുളക് തോട്ടമുണ്ടായിരുന്നു. ഓ പറഞ്ഞ വിലക്ക്, എനിക്കിത് ഓർമ്മ ഉണ്ടല്ലോ, ഞങ്ങൾ 2 ആളുണ്ട്, പറഞ്ഞ വിലക്ക് ഞങ്ങളാട്ടെടുത്ത് പറിച്ചിട്ട് തീരുന്നില്ല. 10-18 ആളുണ്ട് പറിക്കാൻ.
ഓൻ്റെ പീടി മുന്നിൽ കൂടെ പോരേണ്ടി വന്നാൽ വേറൊരു സോർട്ട് വൈക്ക് പോരേണ്ടി വന്ന് മുളക് കണ്ടാൽ ഓനും ദേഷ്യം പിടിക്കുമല്ലോ. ഇതൊക്കെ നമ്മളെ അനുഭവത്തിലുണ്ടായത് അവസ്ഥ. അത് ലാഭം കിട്ടി നല്ല. അൽഹംദുലില്ലാ അങ്ങനെ ഒക്കെ സംഭവിച്ചിരിക്കുന്നു. മോനിക്ക് എന്താവുന്നു ഇപ്പോൾ? മോനോ? മോൻ 2 വയസ്സിലുള്ള എല്ലാവരും ശേഷമൊക്കെ കണ്ടോ? ഓനെ ചെറിയ മോൻ കണ്ടിക്കുന്നു 30 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ. ഷൈഖുൻ വഫാത്തായിട്ട് 33ാമത്തെ ആണ്ട്. ഓന് കണ്ട് എന്ന് പറയാൻ അവന് അത്ര ഇത് ഓർമ്മ വരില്ല. ചെറിയ പ്രായത്തില്ല. എൻ്റെ വലിയ മോൻ നല്ല ബന്ധമായിരുന്നു. വലിയ മോൻ നല്ല ബന്ധമാണ്. വലിയ മോൻ്റെ എപ്പോഴും ബന്ധം അങ്ങനെ. മുഹമ്മദ് എന്നാ ദുബൈയിലാണ്. നല്ല ബന്ധമാണ്. മോൻ ബിസിനസ് ആളാണ്. ഞങ്ങളിപ്പം ഒരു മാസം അവിടെ പോയി കൂടിയിരുന്നു. നമ്മളൊന്ന് കണ്ടതിന് ശേഷം ദുബായി പോയി കൂടിയിരുന്നു. ഇപ്പോൾ ഉംറയ്ക്ക് ബിസ് അയച്ചുതരാൻ നടക്കണം. ഒന്നുകൂടി കയറി ഉംറ ചെയ്യണമുള്ളൊരു പൂതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്തുകൊണ്ട്. ആമീൻ. ഇത്രയേ ഉള്ളൂ പറയാൻ. അതാണല്ലേ. പിന്നെ അടുക്കടുക്ക് ഇവിടെ വരികയായിരുന്നു. ഇത് വരുന്നോ? വീട്ടിലൊന്നുണ്ടോ? ഇഞ്ച വീട്ടിലോ? പിന്നെ ഈ ഭാഗത്തൂടെയൊക്കെ ഇങ്ങനെ വരുമായിരുന്നല്ലോ. അതൊരു വരവാ. അവർ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക്, രാത്രിയാണെങ്കിൽ രാത്രി അങ്ങ് വരും. വലിയൊരു കോയിൽ അങ്ങോട്ട് അർപ്പിച്ച് പാപ്പ കോഴി ഇറച്ചി കിട്ടൂല. എല്ലാവരും ഇരുത്തിയിട്ട് ആ ചോറ് പസ് കൊടുത്ത് പാപ്പക്ക കോഴി ഇറച്ചി കൂട്ടാത്ത അത് തിന്നു. ആരും തിന്നു മൊഴിയാലല്ലേ. പിന്നെ ഒരു കാലത്ത് അത് പോയി പറയണ്ട. ഒരു സമയത്ത് ചിലർക്ക് സിഗരറ്റ് വലിക്കാൻ കൊടുത്തിരുന്നു. ചിലർ വാങ്ങി വെച്ചിക്ക്, ചിലർ വാങ്ങി വെച്ചില്ല എന്നേ ഉള്ളൂ. അവൾക്ക് നോമ്പുണ്ട്. അങ്ങനെ ഒരു പരീക്ഷകളൊക്കെ നടത്തിയില്ല. അതൊന്നും നമുക്കതിൻ്റെ അസ്രാർ അറിയില്ല. മഹാന്മാരല്ലേ. അതാണ് നമ്മുടെ അനുഭവം. അനുഭവം ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. എന്തായാലും ശരീരത്തിന് ആഫിയത്ത് കുറഞ്ഞിട്ടാണേലും ഷെയ്ഖുനാൻ്റെ മദ്ഹ് പറയാൻ മദ്ഹ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ റാഹത്തായി നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങളൊക്കെ ഹുസൈനാജിക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കുക. അവരുടെ ആഫിയത്തിനും ദീർഘായുസിനും വേണ്ടി നമുക്കൊക്കെ ദ്വാരക്കണം. ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ ബഹുമാനപ്പെട്ടവരുടെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം തരട്ടെ. അല്ലേ? നിങ്ങളൊന്ന് ദ്വാരക്കുമോ? എന്തായാലും മടവൂർ കാഫില കാണുന്നവർക്കൊക്കെ നിങ്ങൾ ദ്വാരക്കണം. അവർ നിങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയും ദ്വാരക്കും. ഇൻഷാ അല്ലാ. നമുക്ക് CM വലിയുള്ളാഹിയുടെ അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച അനുഭവസ്ഥരല്ലേ ഈ പറഞ്ഞു തരുന്നത്. അനുഭവിച്ച അനുഭവങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. പിന്നെ കറാമത്തില്ല, മഹാന്മാരില്ല എന്നൊന്നും പറഞ്ഞാൽ അത് ആരുടെ വക പോകും. അതുകൊണ്ട് തിരുപ്പതി ഉസ്താദ് അതിലൊന്നുകൂടി പറയുള്ളൂ. തിരുപ്പതി ഉസ്താദ് ലാസ്റ്റ് ഇപ്പം മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് എൻ്റെ ഒരു മൂക്ക് സുഖമല്ലേ. ഇപ്പം ഇവിടെ ഒരു മൊയിലിയാർ കുട്ടികൾ 14 ദിവസം മന്ത്രിക്കണമെന്ന് പറഞ്ഞ് തങ്ങൾ അങ്ങനെ എൻ്റെ ജീപ്പ് കൊടുത്തയക്കും ദർശനക്ക് ആടുന്നപ്പം വരികയായിരുന്നു. അതിലൊരു മൊയിലിയാർ ഒരു മോൻ പറഞ്ഞു, ആചാര്യ നിങ്ങൾ എൻ്റെ അയ്യേക്ക് എത്തി പോരുമോയെന്ന് ചോദിച്ചു. എൻ്റെ കൂടെ നിങ്ങൾ പോരുമോയെന്ന് ചോദിച്ചു. മോളെയും കൊണ്ട് പോരുമെന്നാണ്. തൃപ്പഞ്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചെറിയ നാടാ. അങ്ങനെ ഞാനൊരു ദിവസമായിട്ട് പോയി. വേറൊരാളെ ഡ്രൈവറിയും കൂടി കൂട്ടി എന്നെ കൊണ്ട് സ്വന്തം ഓട്ടാനായി പോയി. രാത്രി 2 മണി വരെ 12 മണി വരെ നിന്ന് ഉസ്താദും കാണുന്നില്ല. തിരിച്ചു പോകുന്നു. അപ്പോൾ ഇങ്ങോട്ടൊരാൾ പറഞ്ഞു, നിങ്ങൾ പുലച്ച സുബൈക്ക് ഇരിക്കുക, അവിടെ നിന്ന് പോരേണ്ടി. ഇവിടെ നിന്ന് എൻ്റെ പെണ്ണുങ്ങളൊക്കെ പോന്നു. CM വലിയുള്ളതിൻ്റെ പേരിൽ യാസീൻ കേട്ട് ഓതി. യാസീൻ ഓതി നേരായിട്ട് വിട്ട് ആടെ ചെന്ന് ഫസ്റ്റിൽ പള്ളിയുണ്ട്. പള്ളി കണ്ടില്ലല്ലോ. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഞങ്ങൾക്കുള്ള ആദ്യം സംസാരിച്ചു. പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് സംസാരിച്ചതെന്താ അറിയാം. പിന്നെ അത് ഇറങ്ങി നിങ്ങളെ കാണാൻ വയസ്സായൊരു വലിയ താടിയൊക്കെ ഇട്ടുള്ളത് ഒരു അമ്പാലെ പോലത്തെ കിട്ടിയ നല്ലൊരു കാറിലൊന്ന് ഇങ്ങനെ പള്ളിൻ്റെ ഇട്ട് അതിനൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ഒരു മീൻ വണ്ടി കയറി മൂപ്പര പോയി കൊണ്ടോട്ട് കയറി ബേക്കറിയിൽ പോയി ഇരുന്ന് എനിക്കറിയാൻ പോകുന്നു. അങ്ങനെ എൻ്റെ ജീപ്പിൽ 2 പ്രാവശ്യം കയറിയ. അങ്ങനെ ഞാൻ നേരെ വിട്ട് കാറാടെ സൈഡാക്കി വില ഇറക്കി
സൈഡാക്കാൻ പോയി അവിടെ നിന്ന് അങ്ങനെ വർത്താൻ പറയില്ല. ബേക്കറിയിൽ ഇങ്ങനെ ഇരിക്കുക, ഇരുന്നിട്ട് ഇന്നോട് പറഞ്ഞ് ഇത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 കുട്ടികളുണ്ട്, 2 മക്കളും ദുബായിലാണ്, ദ്വയർക്കണം ഉസ്താദെ. അങ്ങനെ പറഞ്ഞ് ദ്വയർക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഓരോരോ കഥ അങ്ങനെ ചോദിക്കുക, ആൾക്കാരിങ്ങനെ തുറ്റിക്കുക. ഇങ്ങോട്ട് പറഞ്ഞ് നീ മടവൂർ അവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല എന്ന്. എന്താ മാഷാ അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞേര്. മടവൂരുണ്ട്, തൃപ്പനിച്ച് ഉസ്താദ് പറയാ. മടവൂരുണ്ട്, മടവൂർ ഓവർടേക്ക് ചെയ്യാൻ ഞാൻ എത്തിയില്ല. മാഷാ അല്ലാഹ്. മടവൂര് കുത്തുബുല്ലാലം മുദബ്ബിറുല്ലാലം CM വലിയുല്ലാഹിയെ മതി എന്ന് പറഞ്ഞു. ഓവർടേക്ക് ചെയ്യാൻ ഞാനായിട്ടില്ല. 1 മാസം കഴിഞ്ഞ് മരിച്ചും പോയി. ഞാൻ പോവുകയും ചെയ്തിരുന്നു. മാഷാ അല്ലാഹ്. ഞാൻ അങ്ങനത്തെ എടുത്ത് പോകും. അതെ 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 അതെ. എനിക്ക് അള്ളാഹു താല ചെയ്യലുണ്ട്. എനിക്ക് അജ്മീർ മുതൽ നാഗ്പൂർ, മുത്തുപ്പേട്ട, ഏറുവാടി, തമിഴ്നാട്ടിൽ, പിന്നെ മൈസൂർ, എല്ലാ സ്ഥലവും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇതുവരെ. മാഷാ അല്ലാഹ്. അള്ളാന്റെ ഔലിയാക്കള് അത് വേറൊരു ലോകമാണല്ലേ. എനിക്കറിയാം ഉറപ്പാ. അതല്ലാണ്ട് നിങ്ങൾ വേറൊരു ഔലിയാക്കന്മാർ നിങ്ങൾ മുജാഹിദിലോ ജമാഅത്തിലോ കാണിച്ചിട്ട് ഞാൻ അതാ നോക്കണത്. അത് വേറെ പറയുമല്ല, വാസമല്ലേ. നമ്മളെ നിസ്കരിക്കണം, നിസ്കരിക്കണ്ട, നിസ്കാരമൊക്കെ അള്ളാഹ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. നിസ്കാരം, നോമ്പ്, 5 കാര്യങ്ങളും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിലൊരു കൂട്ടുകാരനും നമ്മൾ പങ്കെടുക്കുന്നില്ല. ഇല്ല, അള്ളാഹു കഴിവ് കൊടുത്ത അള്ളാഹ് സ്നേഹിച്ചിട്ടല്ലേ നമ്മൾ സഫ മർഫ ഓടുന്നത്, പിന്നെ അർഫാത്ത് പോയി നിൽക്കുന്നതൊക്കെ അല്ലേ. പിന്നെ അത് അള്ളാഹ് സ്നേഹിച്ചിട്ടല്ലേ. അള്ളാഹ് സ്നേഹിച്ചതിന് നമ്മളോ സ്നേഹിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനല്ലേ ഉസ്താദ്? അല്ല എനിക്ക് തെറ്റിയോ? ഇല്ല 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 ഇല്ല. നമ്മൾ അജറുൽ അസ്വദ് മുത്തുന്നെന്താ ഉമറാത്താവെന്താ പറഞ്ഞത്? അതെ, അള്ളാന്റെ ഔലിയാക്കന്മാരും അള്ളാന്റെ അമ്പിയാക്കന്മാരും ബഹുമാനിച്ചത് നമ്മൾ ബഹുമാനിക്കുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ ഔലിയാക്കന്മാരുടെയും മഹാന്മാരുടെയും ഇന്ന് നമുക്ക് ഏറ്റവും വലിയ, നമുക്ക് നമ്മുടെ മുന്നിൽ ജീവിച്ച് കഴിഞ്ഞുപോയ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുന CM വലിയുല്ലാഹി. അവരെ കണ്ട ആളുകൾ, ഷെയ്ഖുന വഫാത്തായിട്ട് 33ാമത്തെ ആണ്ട് നമ്മളിലേക്ക് വരികയാണ്. അള്ളാഹു അതിന് പങ്കെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അപ്പോൾ 33ാമത്തെ ആണ്ട്, അപ്പോൾ ഷെയ്ഖുനയെ കണ്ട ആളുകൾ ഇന്നും ഹയാത്തിലുണ്ട്. അവരാണ് ഈ പറഞ്ഞു തരുന്ന, അവരുടെ മക്കളല്ല പറയുന്നത്. മക്കൾ പറയുകയാണെങ്കിൽ ഉപ്പയെക്കുറിച്ച് മകൻ ചിലപ്പോൾ ഒന്ന് ഉയർത്തി പറയാണെന്ന് വെക്കാം. ഇത് അനുഭവിച്ച അനുഭവസ്ഥരായ ആളുകളാണ് നമ്മളോടൊപ്പം ഷെയ്ഖുനായുടെ അവർക്ക് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ആ നിഷ്കളങ്കമായ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അൽഹംദുലില്ലാ, ഇത് അള്ളാൻ്റെ ഔലിയാക്കളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിക്കാനും മഹാന്മാരിലേക്ക് എത്താനും അള്ളാഹു നമുക്ക് ഇത് ഏറ്റവും വലിയൊരു വഴിയാണ്. മടവൂർ കാഫില മഹാന്മാരെ അറിയാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഇതിൻ്റെയൊക്കെ മദത് കൊണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം തരട്ടെ ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി, ഇവർക്കും മടവൂർ കാഫില കാണുന്നവർക്കും ഇവരുടെ കുടുംബത്തിനും ഇവരുടെ മക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കുക ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ നാട്ടിലും CM വലിയുള്ളാനെ കണ്ട ആളുകളുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആ ചെയ്യട്ടോ.